ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ കുന്നും മലയും കയറിയിറങ്ങി ഞങ്ങൾ വരുന്നേ മുത്തപ്പ കുന്നും മലയും കയറിയിറങ്ങി ഞങ്ങൾ വരുന്നേ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ പാർവതി പോറ്റിയ മുത്തല്ലേ ഞങ്ങൾക്ക് ഈശ്വരനായില്ലേ പാർവതി പോറ്റിയ മുത്തല്ലേ ഞങ്ങൾക്ക് ഈശ്വരനായില്ലേ ആടിപ്പാടി ഓടി നടന്ന് ഇല്ലം വെടിഞ്ഞ പൊന്നുണ്ണി ഇല്ലം വെടിഞ്ഞ പൊന്നുണ്ണി ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ തിരുനെറ്റിക്കല്ലിൽ മുത്തേ തിരുവരമരുളാൻ വൈകരുതേ തിരുനെറ്റിക്കല്ലിൽ മുത്തേ തിരുവരമരുളാൻ വൈകരുതേ മായാമോഹം കൊണ്ടു വലഞ്ഞ പാടിക്കുറ്റിക്കോമനയെ പാടിക്കുറ്റിക്കോമനയെ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ഞങ്ങൾക്കുണ്ടൊരു മുത്തപ്പൻ അലിവിന്നൊലിവാ മുത്തപ്പൻ ഞങ്ങൾക്കുണ്ടൊരു മുത്തപ്പൻ അലിവിന്നൊലിവാ മുത്തപ്പൻ നൊന്തു വിളിച്ചാലടുത്തു വന്ന് തഴിയുറക്കും മുത്തപ്പൻ തഴിയുറക്കും മുത്തപ്പൻ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ മലയണു തണലായി മുത്തപ്പൻ മലയണു മഴയായി മുത്തപ്പൻ മലയണു തണലായി മുത്തപ്പൻ മലയണു മഴയായി മുത്തപ്പൻ മാനത്തുള്ളോരമ്പിളി പോലെ മനസ്സിലെന്നും മുത്തപ്പൻ മനസ്സിലെന്നും മുത്തപ്പൻ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ കുന്നും മലയും കയറിയിറങ്ങി ഞങ്ങൾ വരുന്നേ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ദേഹബലന്താ മുത്തപ്പ പാദബലന്താ മുത്തപ്പ ശരണം ശരണം മുത്തപ്പോ ശരണം എന്നും മുത്തപ്പൻ ശരണം ശരണം മുത്തപ്പോ ശരണം എന്നും മുത്തപ്പൻ ശരണം ശരണം മുത്തപ്പൻ ശരണം ശരണം മുത്തപ്പൻ ശരണം ശരണം സർവരക്ഷക ദേവാ നമോസ്തുതേ സർവരക്ഷക ദേവാ നമോസ്തുതേ സർവരക്ഷക ദേവാ നമോസ്തുതേ സർവരക്ഷക ദൈവമേ പാഹി മാം സർവരക്ഷക ദേവാ നമോസ്തുതേ സർവരക്ഷക ദേവാ നമോസ്തുതേ സർവരക്ഷക ദേവാ
ഭക്തവത്സല ദൈവമേ പാഹി മാം. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദൈവമേ പാഹി മാം. എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ വിട്ടുവട്ടം കറക്കുന്ന ജീവിതം തോന്നേണം കൃപയേഴയാമീ മെന്നിൽ. കാരുണ്യാലയ ദൈവമേ പാഹി മാം. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദൈവമേ പാഹി മാം. ദുഷ്ടരാം ശത്രു സഞ്ചയം തന്നോടെ കഷ്ടമേറുമോപദ്രവമേശാതെ തുഷ്ടിയോടു പരിരക്ഷ ചെയ്യണം. ശിഷ്ടപാലക ദൈവമേ പാഹി മാം. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദൈവമേ പാഹി മാം. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദൈവമേ പാഹി മാം. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദേവാ നമോസ്തുതേ. സർവരക്ഷക ദൈവമേ പാഹി മാം. സർവരക്ഷക ദൈവമേ പാഹി മാം. സർവരക്ഷക ദൈവമേ പാഹി മാം. ദൈവമേ പാഹി മാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. കദളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി ഓടി ഓടി
സ്വാമിക്ക് ജയ്. ഭജന സമാപിക്കുകയാണ്. സാധന മാതൃസമിതി ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഇവിടെ ഞങ്ങൾക്ക് വേദിയൊരുക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഓർക്കസ്ട്ര, മദ്ദളം, തിമില, ഹാർമോണിയം, വയലിൻ, ആസ്വാദക വൃന്ദത്തിനും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം ഭരഗദായുധം ദേവവർണ്ണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർജിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാവഹം ഭാവുകാവഹം ഭുവനമോഹനം
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം സുധിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശങ്കരായ 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 മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയായ തന്മയായ തന്മയായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അനന്തരൂപ മംഗളം ചിരന്തനായ മംഗളം അനന്തരൂപ മംഗളം ചിരന്തനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം അജഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗശിവായ മംഗളം നമഃ ശിവായ മംഗളം ശിവായ മംഗളം നമഃ ശിവായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ 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 മംഗളം സാധന മാതൃസമിതിയുടെ നാമജപലഹരി ഇവിടെ സമാപ്തമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി. ശബ്ദത്തിനും വെളിച്ചത്തിനും ഓർക്കസ്ട്ര, വീഡിയോ, ഇതിനെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സാധനാ മാതൃസമിതിയുടെ നാമ ജപലഹരിക്ക് കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കൈയടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത്രയും അധികം സാധന ചെയ്തുകൊണ്ടാണ് ഈ വേദിയിൽ ഈ ഒരു അരങ്ങേറ്റം ഇത്രയും ഗംഭീരമാക്കിയ ഈ അമ്മമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. സാന്ദീപിനി സാധനാലയത്തിൻ്റെയും ആധ്യാത്മിക ജില്ലയുടെയും അതുമാത്രമല്ല
ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ദേവതയുടെയും അനുഗ്രഹങ്ങൾ ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ലഭിക്കുമാറാകട്ടെ. ഇനി ചെറിയൊരു ചടങ്ങ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും അതാത് സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കാവൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. കാരണം ഈ വേദിയിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിച്ചത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന 2019 മുതൽ വർഷങ്ങളായിട്ട് എല്ലാ മാസം തോറും ഭജന നടക്കുന്ന ശ്രീരാം സ്വാമിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഭാവനയാണ് ഇത്രയും അമ്മമാരുടെ ഹൃദയങ്ങളിലേക്ക് ആ ജപലഹരി എത്തിക്കാൻ സാധിച്ചത്. അദ്ദേഹം ആരുമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ നാമസങ്കീർത്തനം ജപിച്ചുകൊണ്ട് എല്ലാ മാസവും മലയാള മാസത്തിലെ 1-ാം തീയതി ഈ സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ചുമൂർത്തിയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാമജപം നടത്തുമായിരുന്നു. അതിൻ്റെ ഒരു മോട്ടിവേഷനാണ് ഇന്ന് ഈ അമ്മമാരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്. അത് അവർ നിസീമമായി അല്ലെങ്കിൽ നിസ്വാർത്ഥമായി അതിവിടെ സമർപ്പിക്കുകയാണ്. ആചാര്യനായ ശ്രീരാം സ്വാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആചാര്യ ദക്ഷിണ വെച്ചുകൊണ്ട് മാതൃസമിതി ഒരാൾ എണീറ്റാൽ മതി, ബാക്കി എല്ലാവരും അവിടെ ഇരിക്കും. മാതൃസമിതിയിലെ ഒരാൾ എഴുന്നേറ്റ് പ്രത്യേകിച്ച് മഞ്ചരി ചേച്ചി ഒന്ന് അദ്ദേഹത്തെ ദക്ഷിണ വെച്ച് നമസ്കരിക്കണം. ഒരാൾ എണീറ്റാൽ മതി. നിങ്ങളിൽ ഒരുവനായ ഈ ചെറിയവനെ, ഈ എളിയവനെ ഇത്രയും ആദരവ് എനിക്ക് നൽകിയ ശ്യാംജിയോടും അതുപോലെ അഞ്ചുമൂർത്തി ക്ഷേത്ര ഭാരവാഹികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുമാത്രമല്ല, ഇവിടെ 1-ാം തീയതി തോറും, മലയാള മാസം 1-ാം തീയതി തോറും ഇങ്ങനെ ഭഗവാന്റെ 5 മൂർത്തികളുടെ തിരുസന്നിധിയിൽ ഈ എളിയവനും സംഘത്തിനും നാമസങ്കീർത്തനം ആലപിക്കുവാൻ ആ ഭഗവാൻ, ആ ജഗദീശ്വരൻ ഞങ്ങളിൽ എല്ലാവർക്കും തന്ന ഊർജം പറയുവാൻ കഴിയാത്തതാണ്, അളക്കുവാൻ കഴിയാത്തതാണ്. അത് സ്മരിക്കുവാൻ പോലും കഴിയാത്തതാണ്. അതെന്തെന്ന് എനിക്കറിയില്ല. അത്രയേ എനിക്ക് അതിനെപ്പറ്റി പറയുവാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ നാമസങ്കീർത്തനം എന്ന് പറയുന്നത് നമ്മളിൽ ഉരുവാകിയ ഭക്തിയുടെ ഒരംശമാണെന്നാണ് നമ്മളുടെ മൺപറഞ്ഞു പോയ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. നാമസങ്കീർത്തനം നമ്മളുടെ ഓരോ രോമകൂപത്തിലും എഴുന്നേറ്റ് നിന്ന് ആ പാണ്ഡുരംഗൻ എവിടെ നാമസങ്കീർത്തനമുണ്ടോ അവിടെയെല്ലാം செங்கல் மேலே நின்றிருக்கும் പാണ്ഡുരംഗ എന്നാണ് നമ്മളുടെ ആചാര്യന്മാരും അതുപോലെ ഭജനയിലെ നാമസങ്കീർത്തനം പാടുന്നത്. എല്ലാവർക്കും ആ ജഗദീശ്വരനോടും എല്ലാം എപ്പോഴും കടപ്പെട്ടവനാണെന്നും അതുപോലെ ആ ജഗദീശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ജഗദീശ്വരനെ വീണ്ടും സ്മരിച്ചും കൊണ്ട്
രാമ 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 രാമ. വളരെ നന്ദി ശ്രീരാംജി. അങ്ങയുടെ വാക്കുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം. അത് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് 100% അങ്ങയുടെ അനുഗ്രഹവും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താളമേ ഇല്ലാത്ത അമ്മമാരുടെ ഹൃദയത്തിൽ താളബോധത്തോടുകൂടി നമുക്ക് യഥാശക്തി അനുസരിച്ച്, അല്ലെങ്കിൽ അവരെ പ്രത്യേകിച്ച് താളത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന മൃദംഗ വിദ്വാൻ സ്വാമിനാഥൻജിയെ ഞങ്ങൾ ആദരിക്കുന്നു. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തുകൊണ്ട് ഈ നാമജപലഹരിയുടെ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. സ്വാമിനാഥൻജി നമ്മുടെ കൊടുന്തരപ്പള്ളിയിലാണ് സ്വദേശം. അദ്ദേഹം വേണമെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. കാരണം എനിക്ക് സമയമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം ഉയരാൻ സാധിക്കും എന്നുള്ള ഭാഷ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഒഴിയാമായിരുന്നു. പക്ഷേ ഈ അമ്മമാരുടെ ഒരു കടപ്പാട് കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വെറും 1 മാസം കൊണ്ടാണ് ഇവർ ഈ താളത്തോടു കൂടി ആ ലയത്തിലേക്ക് വന്നത്. ആ നാമജപലഹരിയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സംഗീതവും സംഗീതത്തിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് ഹാർമോണിയം വായിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മണികണ്ഠദാസ് അവർകൾ, കാരണം ഇവരുടെ കൂടെ ഇരുന്നു കൊണ്ട് ആ ഹാർമോണിയത്തിന് ഉതകുന്ന രീതിയിൽ ഇവരുടെ താളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന മാഷ് കൂടിയാണ് അദ്ദേഹം. അധ്യാപകനാണ്, സംഗീതജ്ഞനാണ്, ഒട്ടനവധി സദസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു മഹാവിദ്വാൻ കൂടിയാണ് ഈ അമ്മമാർക്ക് വേണ്ടി ഹാർമോണിയം വായിച്ചത്. ചെറിയ കാര്യമല്ല നമ്മുടെ സാധനാ മാതൃസമിതിക്കുള്ളത്. അത് 100% ആ മണികണ്ഠൻദാസ് അവർകളെ ഞങ്ങൾ ആദരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ വയലിൻ വായിച്ച വത്സൻ സാറ്, അദ്ദേഹം വരുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നാണ്. എങ്കിലും ഈ പരിപാടികൾക്ക് അല്ലേ, പാലക്കാട് നിന്നാണ് അദ്ദേഹം ദൂരെ നിന്നും വരാൻ പ്രാക്ടീസ് ചെയ്യാനടക്കം ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. അപ്പോൾ ഇവരുടെയും നമ്മൾ ആദരിക്കുന്നു. സാധനാ മാതൃസമിതിയെ അവർക്ക് ദക്ഷിണ വെച്ച് നമസ്കരിക്കുന്നു. തബല നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് എത്തിച്ചേർന്നതാണ്. അതേപോലെ കണ്ണൻ മന്മഥൻ എന്ന് പറയുന്ന തബല വിദ്വാനെയും നമ്മൾ ഈ വേദിയിലെ ആദരിക്കുന്നു. മാവേലിക്കര മന്മഥൻ സാറുടെ മകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ നമ്മുടെ അമ്മമാർക്ക് തബല വായിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠത നമുക്ക് നേടിത്തന്ന വ്യക്തി കൂടിയാണ്. ഞങ്ങൾ ഇവരെയാണ് നമസ്കരിക്കേണ്ടത്. കാരണം അവരുടെ താളം നമ്മുടെ താളലയത്തിൻ്റെ കൂടെ ഒത്തുചേർക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ സാധനാ മാതൃസമിതി. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തി കൂടിയാണ്. അച്ഛനല്ലേ മന്മഥൻ സാർ. അപ്പോൾ ഇത്തരത്തിൽ മഹാശ്രേഷ്ഠന്മാരുടെ ഒരു വേദിയാണ് നമ്മുടെ സാധനാ മാതൃസമിതിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ചങ്കൂറ്റം. നമുക്ക് അഭിമാനമായിട്ട് ഇനി പറയാം, ഡാൻസ് കളിക്കാൻ നമുക്ക് സാധിക്കും, പാട്ട് പാടാൻ നമുക്ക് സാധിക്കും, തൂത്തുവാരാൻ നമുക്ക് സാധിക്കും. ഒരു കുടുംബത്തെ നയിക്കാൻ സാധിക്കുന്ന മാതൃസമിതിയാണ് സാധനാ മാതൃസമിതി അല്ലേ. ഇന്നലെ ഇവരുടെ നൃത്തം കണ്ടു. ഇന്നലെ രാവിലെ നമ്മൾ ഇവരെ എല്ലാവരെയും സ്വീകരിക്കാനുള്ള അതിഥി സൽക്കാരത്തിനായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരെ കണ്ടു. ഇന്നലെ ഒട്ടനവധി ആൾക്കാർ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എത്ര അച്ചടക്കത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് അമ്മമാർ, ഈ വേദിയെ പങ്കിടുന്ന സമയത്ത് അവിടെ നിശബ്ദരായിട്ടിരുന്നു. അതേപോലെ സ്വീകരിച്ച ഓരോ ആൾക്കാരെയും നമുക്കിവിടെ എടുത്തു പറയുകയാണ്. അത് ഈ അമ്മമാരുടെ കരുത്താണ് എന്ന് മാത്രം പറയുന്നു. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ രേണുക ചേച്ചി ആ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലും ഒരു ഹൃദയ
നൊമ്പരമുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? രാവിലെ എണീറ്റ് ബുള്ളറ്റ് എടുത്തിട്ടാണ് പഞ്ചായത്തുകളിലേക്ക് ഓടുന്നത്. മെഡിക്കൽ ഷോപ്പിലും ഡോക്ടറെ കാണാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്ന് രാത്രി 10 മണിയായാലും ഇവിടെ ഇരുന്നു കൊണ്ട് ആ പാട്ട് പാടിക്കാനും അതുപോലെ അവരുടെ കൂടെ ചാടിക്കളിക്കാമെന്ന് പറയാം. ഇന്നലെ മാത്രമാണ് നമുക്ക് ഡാൻസായിട്ട് രൂപപ്പെട്ടത്. ചാടിക്കളിച്ചുകൊണ്ട് ഇന്നലെ ഡാൻസ് നേടിയെടുക്കുക. അതേപോലെ ഓരോ വ്യക്തികളെയും നമുക്ക് എടുത്തു നോക്കൂ. അവരുടെ ജീവിതത്തിൽ ഇതൊരു മഹാഭാഗ്യം തന്നെയാണ്. അതിന് സാന്ദീപിനി സാധനാലയം, ആ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഭഗവാന്മാർ നമുക്ക് അരുളി ചെയ്ത ഒരു മഹാകർത്തവ്യമാണ്. അതുമാത്രമല്ല, മഞ്ചരി ചേച്ചി ഈ ക്ഷേത്രത്തിൽ ആദ്യകാലം മുതൽ അവരുടെ കുട്ടികൾ ഒരു പരിപാടി പറഞ്ഞാൽ ആ പരിപാടി ചെയ്യാൻ തയ്യാറുള്ളത് പോലെ തന്നെ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന മഞ്ചരി ചേച്ചി അതിഗംഭീരമാക്കിയിട്ട് നമുക്ക് ചെയ്തു തന്നു. ഇനിയും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. എങ്കിലും ഈ അമ്മമാരുടെ ഈ കരുത്ത് നമുക്ക് എല്ലാ കാലത്തും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കണം. യാതൊരു ഈഗോ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഇത് വളരെയധികം ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. നേരത്തെ വന്ന 2-3 ക്ഷേത്ര ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞു, മുണ്ടൂരുള്ള പന്ന്യമ്പാടം മുരുകൻ ക്ഷേത്രം അമ്മമാരെ ഞങ്ങളുടെ അമ്പലത്തേക്ക് ഒരു പ്രാവശ്യം വിട്ടു തരണം. കാരണം അവിടുത്തെ നാട്ടുകാരും കൂടി ഇത് മനസ്സിലാക്കണം. ഈ ഒരു കൂട്ടായ്മ ഒരു ഭജന പാടുന്ന സമയത്ത് അവരെല്ലാവരും വന്നിരുന്നാൽ സാധിച്ചാൽ നന്നായി എന്ന് അവർ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇനിയും മേൽക്കുമേൽ പല വേദികളിലും ഈ അമ്മമാർ ഒത്തുചേർന്ന് ഭജന പാടാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നേതൃത്വം വഹിക്കാൻ നമുക്ക് ശ്രീരാം സ്വാമിയുണ്ട്. അതുപോലെ തന്നെ അവരുടെ താളവാദ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള മഹാപ്രതിഭകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മാത്രം പറയുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത 2 പേരുണ്ട്. ആ 2 പേരെയും ഞങ്ങൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. ശശിലേട്ടൻ സോണു വടക്കന്തരയിലെ മുരളിയേട്ടനെയും രാജേഷ് ഏട്ടനെയും ഒന്ന് വേദിയിലേക്ക് വരണം. അവരെ നമ്മൾ ആദരിക്കുകയാണ്. നമുക്ക് മുമ്പേ തന്നെ വന്ന് മൈക്കുകൾ തയ്യാറാക്കി, ലൈറ്റുകൾ തയ്യാറാക്കി കൃത്യമായിട്ട് നമുക്ക് അവരെ വേദിയിലേക്ക് വന്ന് ഒന്ന് ആദരിക്കണം. രാജേഷ് ഏട്ടനെ ഒന്ന് വേദിയിലേക്ക് വരണം. രാജേഷ് ബാബു ഒന്ന് വേദിയിൽ ഈ 2 മഹാവ്യക്തികളെയും നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. അവർക്ക് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ദക്ഷിണ നൽകിക്കൊണ്ട് അവരെ ആദരിക്കുന്നു. അവർക്കും അവരുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുരളിയേട്ടനും രാജേഷ് ഏട്ടനും സാന്ദീപിനി സാധനാലയത്തിൻ്റെ വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നമ്മുടെ മുന്നിൽ ഒട്ടനവധി ആൾക്കാരുണ്ട്. നമുക്ക് കൃത്യമായി ഫോട്ടോ എടുത്ത് നമുക്ക് പകർന്നു തന്ന് നമ്മുടെ വാട്സപ്പിലേക്കിട്ട് അത് ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലും ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് പോകുന്ന ആ 2 വ്യക്തികളെയും ഞങ്ങൾ വിളിക്കുന്നു. ഒന്ന് ജഗത്തേട്ടൻ വേദിയിലേക്ക് വരണം. അതുപോലെ വീഡിയോ എടുക്കുന്ന ബിബിനേട്ടൻ വേദിയിലേക്ക് വരണം. ഇവരെല്ലാം നമ്മുടെ അഭിമാനമാണ്. കാരണം 2008 മുതൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഉണ്ണിയേട്ടൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, ഒരു കുടുംബാംഗം പോലെയാണ് ഇവരെല്ലാം. ലാലേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ വരും വേദിയിലേക്ക്. മാതൃസമിതിയിലെ ആരെങ്കിലും ഒന്ന് ഇവരെ ആദരിക്കണേ. മാതൃസമിതി പോട്ടെ. ജഗത്തേട്ടൻ നമ്മുടെ സുജീഷ് ഏട്ടൻ്റെ
അനുജൻ കൂടിയാണ്. സുജീഷ് ചേട്ടൻ വേറൊരു പ്രോഗ്രാമിന് പോയതുകൊണ്ട് അദ്ദേഹമാണ് ഇവിടെ സാന്നിധ്യമുണ്ടായത്. അവർക്കെല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളിനി ഒരാളെ കൂടി ഈ വേദിയിലേക്ക് ആദരിക്കുകയാണ്. നമുക്കെല്ലാം മാസങ്ങളായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഹോമാദി കാര്യങ്ങൾ നടത്തി വരുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായി ഒരു സാന്നിധ്യം പകർന്നുകൊണ്ട് അവരുടെ മനസ്സിനെ ഉയർത്തിക്കൊടുക്കുന്ന ഒരു ആചാര്യശ്രേഷ്ഠൻ ഇവിടെയുണ്ട്. അദ്ദേഹം ചളവറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഒറ്റപ്പാലത്തിനകത്ത് ചളവറയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം. റിട്ടയർഡ് മിലിറ്ററി ഓഫീസറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹത്തായ വ്യക്തിയുടെ കൂടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരാനും ആ ഒരു സൗഹൃദം ഉപനയന സംസ്കാരത്തിലൂടെ മന്ത്രങ്ങളും പൂജകളും പഠിച്ച് ആ വ്യക്തിത്വ ഇന്ന് നമ്മുടെ പൂജകൾക്കും ഹോമാദി കാര്യങ്ങൾക്കും പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ നമ്മുടെ അനിൽ സ്വാമി നമ്മുടെ ഈ നാമജപ ലഹരിയിൽ മറ്റു നാമം ചൊല്ലിയ ആളുകൾ സുധി ചേച്ചി, സരസ്വതി ചേച്ചി, ധന്യ, ഗീത, പ്രസീത ചേച്ചി, സുധാജ് ചേച്ചി, പ്രമീള ചേച്ചി, സരള ചേച്ചി, രേണുക ചേച്ചി, എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയും വലിയ ഭക്തിയായിട്ട് നമുക്ക് ഭക്തി ഗാനങ്ങൾ ഇങ്ങനെ ആലപിച്ചിരിക്കുകയാണ് അവർ. അവരോട് നന്ദിയിൽ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എല്ലാവർക്കും അഞ്ചുമൂർത്തിയുടെ സ്നേഹം അറിയിക്കുന്നു.
ലാലേട്ടൻ നമ്മുടെ ഉണ്ണീട്ടൻ്റെ സുഹൃത്തു കൂടിയാണ്. അതുമാത്രമല്ല 2013 സപ്താഹം നടക്കുന്ന സമയത്ത് LED വാള് മുതൽ ഈ പ്രാവശ്യം നമുക്ക് LED വാള് കാണാൻ സാധിച്ചു. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ലാലേട്ടനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തും. അതിലുപരിയായിട്ട് നമുക്ക് നോക്കിയാൽ നമ്മുടെ പുറകിലിരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ അഞ്ചുമൂർത്തിയുടെ ഒരു ഫോട്ടോ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടാണ് ഒരു ക്രെയിനൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെയാണ് ആ ഫോട്ടോ അന്നെടുത്തത്. ഇനി ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടാൻ സാധിക്കില്ല. അത് ഉണ്ണിയേട്ടൻ്റെയും ലാലേട്ടൻ്റെയും അതുപോലെ സുജേഷ് ഏട്ടനും അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമുക്ക് കേരളമൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ എത്തുന്ന നമ്മുടെ അഞ്ചുമൂർത്തിയുടെ കാർഡ്. ഈ ഒരു ഫോട്ടോ മാത്രമാണ്. ഇതാണ് നമ്മുടെ തുടക്കമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന് എന്തെങ്കിലും പറയാൻ 2 വാക്ക്. വളരെ സന്തോഷം എല്ലാവർക്കും.